പഠിക്കാം പ്രധാന മുൻകാല ചോദ്യങ്ങൾ കോഡിലൂടെ. നോക്കൂ, വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണവംശങ്ങൾ. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണവംശങ്ങൾ ചോദിച്ചാൽ 4 ഭരണവംശങ്ങളാണ് വിജയനഗരം ഭരിച്ചിട്ടുള്ളത്. സംഗമ രാജവംശം, സാലുവ രാജവംശം, തുളുവ രാജവംശം, അരവിഡു രാജവംശം. സംഗമ, സാലുവ, തുളുവ, അരവിഡു 4 ഭരണവംശങ്ങളാണ് വിജയനഗരം ഭരിച്ചിട്ടുള്ളത്. അപ്പൊ PSC യിൽ ചോദിക്കാറുണ്ട്, വിജയനഗര സാമ്രാജ്യത്തിന്റെ ശില്പി ആരാണ്? ഹരിഹരനും ബുക്കനുമാണ്. ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ ശില്പി എന്ന് പറയുന്നത്. ഇനി തലസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? വിജയനഗരത്തിന്റെ തലസ്ഥാനം ക്യാപിറ്റൽ ഹംപിയാണ്. അപ്പൊ സ്ഥാപകർ ചോദിച്ചാൽ ഹരിഹരനും ബുക്കനുമാണ്, തലസ്ഥാനം ഹംപിയാണ്. വിജയനഗരം ഭരിച്ചിട്ടുള്ളത് 4 ഭരണവംശങ്ങളാണ്. അപ്പൊ അവരുടെ ഓർഡർ കൃത്യമായി പഠിച്ചിരിക്കണം. സംഗമ, സാലുവ, തുളുവ, അരവിഡു രാജവംശം. ഇനി ക്രമത്തിൽ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് ഉപയോഗിക്കാം. കോഡ് ഇതാണ്: സംഘം ചേർന്ന് 4 പേർ തളിക്കോട്ട. സംഘം ചേർന്ന് 4 പേർ തളിക്കോട്ട വിട്ടു. സംഘം ചേർന്ന് 4 പേർ തളിക്കോട്ട വിട്ടു എന്നോർത്തിരിക്കാം. അപ്പൊ സംഘം എന്നതിൽ നിന്ന് സംഗമ രാജവംശം കണക്ട് ചെയ്യാം. 4 പേർ എന്നതിൽ നിന്ന് സാലുവ എന്ന് കണക്ട് ചെയ്യാലോ. തളിക്കോട്ട എന്നതിൽ നിന്ന് തുളുവ രാജവംശം കണക്ട് ചെയ്യാം. തളിക്കോട്ട വിട്ടു എന്നതിൽ നിന്ന് അരവിഡു രാജവംശവും കണക്ട് ചെയ്യാം. അപ്പൊ ചോദിക്കാറുണ്ട്, കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽപ്പെട്ട ആളാണ്? കൃഷ്ണദേവരായർ തുളുവ രാജവംശത്തിൽ പെട്ടിട്ടുള്ള ആളാണ് അല്ലെ. അതും ഒന്ന് ഓർത്തിരിക്കണം. കൃഷ്ണദേവരായർ തുളുവ രാജവംശത്തിലാണ്. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടമാണ്. അപ്പോൾ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ.